ഡീസ് ഇൻഫോമേറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ചെറിയ അക്വേറിയമൊക്കെ വീട്ടിലേക്ക് എങ്ങനെ ഒട്ടിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ. അതിനെ പറ്റിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന ഒട്ടിക്കുന്ന അക്വേറിയത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.5 അടി നീളം, 9 ഇഞ്ച് ഹൈറ്റ്, 9 ഇഞ്ച് വീതി, ആ ഒരു സൈസിലുള്ള അക്വേറിയമാണ് വേണ്ടത്. ഗ്ലാസ് കട്ട് ചെയ്ത് നമ്മൾ അക്വേറിയത്തിന് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കടയിൽ നിന്ന് കട്ട് ചെയ്ത് മേടിക്കുക. ഒരു ചെറിയൊരു എവരി പേപ്പറിൻ്റെ പീസ് വേണം, സിലിക്കൺ വേണം, പിന്നെ ഒരു ടേപ്പ്, നമ്മുടെ സെലോ ടേപ്പും വേണം. ഇത്രയാണ് നമുക്കിതിന് ആവശ്യം വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. ഇത് ഗ്ലാസ് എന്ന് പറയുന്നത് വലിയ പീസ്, ഈ ടൈപ്പ് പീസ് 3 പീസ് കാണും. ഈ ചെറിയ പീസ് 2 സൈഡിലോട്ട് വരുന്ന 2 ചെറിയ പീസ്, ഇത്രയാണ്. മൊത്തം 5 പീസ് ഗ്ലാസ്സാണ് മൊത്തത്തെ വരുന്നത്. ഇത് എങ്ങനെ ഒട്ടിക്കാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് തുടച്ചെടുക്കണം. അതായത് ഓയിലും അങ്ങനെയുള്ള പൊടിയൊക്കെ കാണാം. അപ്പം സിലിക്കൺ ഒട്ടിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചാൽ മതി, അതെല്ലാം ഒന്ന് പോകുന്നതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുക. എല്ലാ പീസും തുടച്ചെടുക്കണം. ഓയിലിൻ്റെ അംശമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കാണുമോ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ഓയിൽ വരും. അപ്പോൾ അത് തുടച്ചെടുക്കും. കഴിഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എമിറ്റി പേപ്പറാണ്. എമിറ്റി പേപ്പർ വെച്ചിട്ട് ഈ സൈഡിൽ ഈ ബ്ലേഡ് പോലെ ആയിരിക്കും ഈ സൈഡിൽ നിൽക്കുന്ന എവിടെയും കൊണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലപോലെ മുറിയും. അപ്പോൾ സൈഡൊന്ന് വെറുതെ ഒന്ന് അത് വെച്ചൊന്ന് വരച്ച് വിടുക. എല്ലാ സൈഡും, എല്ലാ പീസിൻ്റെ എല്ലാ സൈഡും മൂല് ഒന്ന് വരച്ച് വിടുക. ബ്ലേഡ് നല്ല മൂർച്ചയായിട്ട് നിൽക്കുന്നതാണ് മാറി. എല്ലാ പീസിൻ്റെ വരച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാ പീസും കാണിക്കുന്നില്ല. ഇപ്പോൾ ഓരോ പീസ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡൊന്നും കൂടെ ഒന്ന് തുടച്ചേക്കുക. നേരത്തെ തുടച്ചതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലിലോട്ട് പൊടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ പാടായിരിക്കും പോകാൻ. അതുകൊണ്ട് നേരത്തെ നമുക്ക് ഓയിൽ തുടച്ച് കളഞ്ഞാണ്. പിന്നെ അതിലേക്ക് ഉരച്ചതിൻ്റെ പൊടിയും കൂടെ നമ്മളത് തുടച്ച് കളയുക. ഇതിപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ സൈഡ് വെച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമുക്കിനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു 1.5-9 ഒരു പീസാണ്. നമ്മൾ അടിയിലത്തെ പീസായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഇത് അടുത്തൊരു ഗ്ലാസ് പീസ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാം ഒരു ടേപ്പ് വെച്ച്, സെലോ ടേപ്പ് വെച്ച് അടുത്ത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെലോ ടേപ്പിൻ്റെ പീസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക എല്ലാ സൈഡിലും. കഴിഞ്ഞാൽ തിരിച്ചു വെക്കുക. ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. ഫാനിൻ്റെ ആവശ്യമില്ല, ഫാൻ ഓഫ് ചെയ്തു. സൈഡ് വരുന്നതിലും അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുക. സൈഡിലോട്ട് വെക്കുന്ന പീസുകൾ 2 പീസാണ് അതിന് വരുന്നത്, അതിലൊട്ടിക്കുക. അതുപോലെ തന്നെ ഗ്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ സ്ഥിരം ചെയ്തൊരു പരിചയമുള്ളതിൻ്റെ പേരിലാണ് ഗ്ലൗസ് ഉപയോഗിക്കാത്തത്. ആര് ചെയ്താലും ഗ്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല മൂർച്ചയാണ്, മുനയാണ്, കൈയൊക്കെ മുറിയുകയൊക്കെ ചെയ്യും. ഗ്ലാസ് കയ്യിലിരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ചൊന്ന് തന്നെയാൽ മതി, കൈ നല്ല രീതിയിൽ മുറിയാൻ. ഗ്ലൗസ് ഉപയോഗിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കാതെ ആരും ഇത് ചെയ്യാൻ പോകരുത്.
തന്നെത്താൻ ചെയ്യാൻ പോകരുത്. അതുപോലെ കൂടെ ഒരാളൂടെ വേണം ഇത് ചെയ്യുമ്പോൾ. ഒരു മുറിവ് വല്ലതും പറ്റിയതൊന്ന് പിടിക്കാൻ, ഒന്ന് നീങ്ങുന്ന ഗ്ലാസ് നീങ്ങുന്ന കണ്ടാൽ ഒന്ന് സൈഡിലൊന്ന് പിടിച്ച് തരാൻ ആദ്യം ഒരാൾ വേണം. അല്ല കയ്യിൽ നിന്ന് തെന്നി പോയി കഴിഞ്ഞാൽ അത്രയേറെ കട്ടായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഗ്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ. അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് കാണിക്കുന്നത്. നമ്മളിതിൽ എങ്ങനെ ഒട്ടിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ സിലിക്കൺ പമ്പാണ്. സിലിക്കൺ പമ്പിൽ നമ്മൾ ആ കറക്റ്റ് ലെവലിൽ, നമ്മുടെ ബേസ് വരുന്നതിൻ്റെ കറക്റ്റ് ലെവലിൽ സിലിക്കൺ തേച്ച് പോവുകയാണ് ചെയ്യുന്നത്. സിലിക്കൺ കയ്യെ പറ്റി കഴിഞ്ഞാൽ അത് വേറെ എവിടെയെങ്കിലും തൂത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഗ്ലാസ്സിൽ തൊടാവൂ. കാരണം ഇത് തൊടുന്നിടത്ത് പിന്നെ പാടായിട്ടിരിക്കുന്നൊരു സാധനമാണ്. ഗ്ലാസ്സിൽ ശരിക്കും പറ്റിപ്പിടിക്കുന്നൊരു സാധനം. അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു തുണിയെ വല്ലതും തുടച്ച് ക്ലീൻ ചെയ്ത് ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ അടുത്ത ഗ്ലാസ്സിലോട്ട് തൊടാവൂ. ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ അടിക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് കണക്ട് ചെയ്യുക. സിലിക്കൺ ഇല്ലാതിരിക്കരുത് ഒരിടത്ത്, അങ്ങ് കണക്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ താഴത്തെ പീസിൻ്റെ 4 സൈഡിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. തേച്ച് കഴിഞ്ഞു. ഇനി ആ ബേസ് പീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി സൈഡ് പീസാണ് വരുന്നത്. സൈഡ് പീസിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ നേരത്തെ പശ തേച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പശയാണ് ഇത് 4 സൈഡും ആ ചെറിയ മറ്റേ സൈഡിലെ പീസയിൽ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പീസല്ല സൈഡ് പീസായിട്ട് വരുന്നത്. ഇതെൻ്റെ സൈഡിലെ ചെറിയ പീസാണ് ഈ കാണുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത്. അതെങ്ങനെ ഒട്ടിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിവിടെ കറക്റ്റായിട്ട് ലെവലേ വെക്കുക. 2 സൈഡും പുറം സൈഡും നോക്കി ലെവലേ വെക്കുക. പുറത്ത് കൈ വെച്ച് നമ്മൾ എന്നിട്ടൊന്ന് നോക്കണം ഇവിടെ അടിവശം ലെവലാണോ എന്നുള്ളത്. അത് കറക്റ്റ് ലെവലാക്കി ആ സിലിക്കൻ്റെ പുറത്ത് തന്നെ കറക്റ്റ് ലെവലാക്കി വെക്കുക. വെച്ചതിന് ശേഷം ആ ടേപ്പ് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന ടേപ്പ് ഇതുപോലെ വലിച്ചൊട്ടിക്കുക. ഇത് സൈഡ് പീസാണ്. കറക്റ്റ് അവിടെ അതിനോട് ചേർത്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലെവൽ നോക്കി അതും വെക്കുക. ലെവൽ വെച്ചതിന് ശേഷം ടേപ്പ് ഒട്ടിക്കുക. കുറച്ച് കളയുക. ചെറിയ സൈഡ് അടുത്ത സൈഡും അതുപോലെ തന്നെ ഒട്ടിക്കുക.
കഴിഞ്ഞിട്ട് ഈ എക്സ്ട്രാ ആയിട്ട് അവിടെ ഇരിക്കുന്ന പശ കാണുന്നത് നമ്മളൊന്ന് തൂത്ത് ലെവലാക്കി കൊടുക്കുക എല്ലാ സൈഡിലും. ഫില്ലിംഗ് ആയിട്ട് അവിടെ ഇരുന്നത് നല്ല ലെവലായിരിക്കും. ഒരു ദിവസം എടുത്ത് ഒട്ടിക്കിട്ടാൻ മൊത്തത്തെ കറക്റ്റായിട്ട് ഇതായി കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിക്കാൻ 2 ദിവസം കഴിഞ്ഞ് ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് സൈസാണ് വരുന്നത്. പിന്നെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആരും ഒറ്റയ്ക്ക് ചെയ്യാൻ പോലും ഒരാളുടെ കൂടെ വേണം. പിന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും സൂക്ഷിക്കുക. പിന്നെ സ്വന്തമായിട്ടൊരു സിലിക്കണും ഒക്കെ ഇതിനകത്ത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു സിലിക്കൺ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അക്വേറിയം ഒട്ടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു പമ്പും മേടിച്ച് സിലിക്കണും മേടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് തന്നെ 10-450 രൂപ അതിന് വിലയാകും. അക്വേറിയത്തിന് ഈ ഒരു സൈസ് അക്വേറിയം അല്ലെങ്കിൽ ഇതിൻ്റെ വലുത് വരും 350-400 രൂപയുടെ കാര്യമേ വരുന്നുള്ളൂ. അപ്പം ആ ചെറുത് ഓരോ അക്വേറിയം ഒട്ടിക്കാനായിട്ട് ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിപ്പം കൂടുതലായിട്ട് അക്വേറിയം ഒട്ടിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേസായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തന്നേക്കുന്നത്. തനിച്ചാരും ചെയ്യാതിരിക്കുക. ഒരാളുടെ സഹായം ഒരാൾ കൂടെ ഉള്ളപ്പോൾ മാത്രം ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.